സമൃദ്ധിയിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാനും ആഗമന നാളുകളിലെ വലിയ അനുഭവങ്ങൾ കൂടി കല്ലടാവിലേക്ക് നടന്നെടുത്ത് രക്ഷകന്റെ ജനപ്പെരുന്നാളിൽ പങ്കെടുക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടി ജാതനായ മിശിഹാ തമ്പുരാന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ കാണിക്കയായി സമർപ്പിപ്പാനും കൃപകൾ ധാരാളമായി അനുഭവിപ്പാനും ആ ശക്തിയിൽ ശരണപ്പെട്ട് പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാനും നമുക്ക് ഭാഗ്യം കിട്ടിയിരിക്കുക. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും രക്ഷകന്റെ ജലകർമ്മപ്പെരുന്നാളും ആണ്ടുപിറപ്പും അതുപോലെ തന്നെ 2 വലിയ പിതാക്കന്മാരുടെ ഓർമ്മപ്പെരുന്നാളും ഒരുമിച്ച് ആചരിച്ചാണ് പ്രവേശിച്ചത്. മലങ്കര സഭയെ തെരഞ്ഞയച്ച പിതാക്കന്മാരെ ഒരുമിച്ച് ഓർക്കുവാൻ ജാനുവരി ആദ്യ നാളുകൾ, പ്രത്യേകിച്ചും 2ഉം 3ഉം തീയതികളിൽ, പ്രത്യേകിച്ചും ഈ മലങ്കര സഭയെ ഏറ്റവും ദീർഘ നാളുകൾ 10-35 വർഷം കാതോലിക്കായും മലങ്കര പത്രാപുരത്തായുമായി നയിച്ച പരിശുദ്ധ ഗീവർഗീസ് തിരുമേനി ബാവയുടെ പെരുന്നാൾ ആചരിക്കുവാൻ നമുക്ക് ഭാഗ്യം കിട്ടി. ഈ ദിവസങ്ങളൊക്കെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ രക്ഷകനോട് ചേർന്ന് നിന്ന ഉന്നതരായിട്ടുള്ള പലരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുവാനായിട്ട് ഭാഗ്യം ലഭിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ, ഇപ്പോൾ നമ്മൾ പരിശുദ്ധനായ സ്തെഫാനോസിനെ അനുസ്മരിക്കുക. ആദിമ ക്രിസ്തീയ സഭയിൽ ഒരു ക്രൈസിസ് ഉണ്ടായി. കർത്താവിൻ്റെ ശിഷ്യന്മാർ രാവും പകരുന്ന പോലെ സുവിശേഷം അറിയിച്ചും സഭയെ ബലപ്പെടുത്തിയും പ്രാർത്ഥിച്ചും സമയം ചെലവഴിക്കുമ്പോൾ അവിടെ മധ്യത്തിൽ ഒരു വലിയ വെല്ലുവിളി ഉയർന്നു. അത് സമൂഹത്തിൽ വളർന്നു വരുന്ന വിധവമാരുടെ പ്രശ്നം. ശിഷ്യന്മാർക്ക് തോന്നി അത് സഭയുടെ വളരെ നിർണായകമായ ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കുക എന്നുള്ളത്. പക്ഷെ തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ചുമതല വിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ തങ്ങൾ നയിക്കേണ്ട സമൂഹത്തിന് ശക്തി ലഭിക്കുകയില്ല, ചോർന്നു പോകും. അതുകൊണ്ട് മനസ്സിൽ തോന്നി, ദൈവാത്മാവ് പ്രേരിപ്പിച്ച് പറഞ്ഞു, അതിന് കഴിവുള്ളവരെ കണ്ടുപിടിക്കണം. ആ കാര്യം ആദിമ ക്രൈസ്തവ സഭയിൽ അവതരിപ്പിച്ചു. വിധവമാരുടെ ഇടയിൽ ശുശ്രൂഷിക്കുവാനായിട്ട് സമർത്ഥരായ കുറെ പേര് വേണം. ആ സമൂഹത്തിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണമായി. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത് ആദിമ സഭയല്ല, യേശു ക്രിസ്തുവാണ്. സഭയുണ്ടായി കഴിഞ്ഞപ്പം ആദ്യം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് വിധവമാരെ നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആര് എങ്ങനെ ഏറ്റെടുക്കും. അതിനകത്ത് അടിസ്ഥാനമായ പ്രാർത്ഥനയ്ക്കും ഭജന ശുശ്രൂഷയ്ക്കും ഉറ്റിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ സമയം സ്പെയർ ചെയ്താലുണ്ട്. അപകടത്തെക്കുറിച്ച് വ്യക്തമായി ബോധ്യപ്പെടുക, അതിന് ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് ചെയ്യുക. നല്ല ആയുസ്സുള്ള, ആരോഗ്യമുള്ള, കെൽപ്പുള്ള ആളുകൾ വേണം, വിദ്യാസമ്പന്നരായിരിക്കണം. പക്ഷെ അവര് 2 പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. ആത്മാവും ജ്ഞാനവും ഉള്ളവരായിരിക്കണം. അത് അഡ്രസ് ചെയ്ത് തുടങ്ങുമ്പോൾ പുതിയ ഇഷ്യൂസ് വരാതിരിക്കാനാണ്. ഇഷ്യൂസ് വരാതിരിക്കുക മാത്രമല്ല, വിധവന്മാരെ നല്ലപോലെ നോക്കാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമായിട്ട് ആദ്യം ആ ജനത കണ്ടെത്തിയ ഒരു വിശുദ്ധനാണ് സ്തെഫാനോസ്. സ്തെഫാനോസയെ കണ്ടെത്തിയപ്പോൾ ചമ്മച്ചനായിട്ടാണ് കണ്ടെത്തുന്നത്, സഹതായിട്ടല്ല കണ്ടെത്തുന്നത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം വിധവന്മാരെ നോക്കാനുള്ളതായിരുന്നു. പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിൽ വളരെ വിശദമായിട്ട് ഒരു നീണ്ട പ്രസംഗം, അതിലെ ഒരു പ്രത്യേക സിറ്റുവേഷൻ അവതരിപ്പിക്കുന്നത് ഈ സ്തെഫാനോസിനെ കുറിച്ചുള്ളത്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ പ്രസംഗവും ഒരു ക്രൈസിസ് ഫർദറായിട്ട് വരുന്നത് നേരിടുന്ന
രംഗമാണ്. വിധവുമായിട്ട് പ്രശ്നം നോക്കി തുടങ്ങിയപ്പം ആ പ്രശ്നം തീർന്നു. സ്തെഫാനോസ് ആ ജോലിയേക്കാൾ കൂടുതലായിട്ട് അതിനോടൊപ്പം അപ്പോസ്തലന്മാർ ചെയ്തിരുന്ന ജോലി ചെയ്യാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങി, സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അത് കണ്ടവർക്ക് കേട്ടവർക്ക് കുറെ പേർക്ക് മനപ്രയാസമായി. സ്തെഫാനോസ് പറയുമ്പോൾ വളരെ സ്പെസിഫിക് ആണ്, കൃത്യമാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. അവരുടെ പാപമെല്ലാം പുറത്തു വരുന്നു ആ വാക്കുകൾ കേട്ടപ്പോൾ. മൂടിപ്പൊതിഞ്ഞിരുന്ന എല്ലാം വെളിച്ചത്ത് വന്ന അതിൻ്റെ ദുർഗന്ധം അവിടെ മേലാഞ്ഞടിക്കുന്നു. ഇതിനെ ഒതുക്കിയേ മതിയാവും തീരുമാനിക്കും. അത് കല്ലെറിയ. അതൊരു പുതിയ ക്രൈസിസാണ്. ആരാധനയുടെ മധ്യത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവനെ കല്ലെറിയാനായിട്ട് കല്ലും കൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ഐക്കണുണ്ട്. സ്തെഫാനോസിനേക്കാൾ ഗംഭീരമായിട്ട് കല്ലെറിയുന്നവനെയാണ് കാണിച്ചിരിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. ആ മോമെന്റിൽ ആ സമൂഹത്തിൽ വന്നു ചേർന്ന ഒരു വലിയ ക്രൈസിസ്. ഒരു ക്രൈസിസ് അഡ്രസ് ചെയ്യാൻ വരുമ്പോൾ പുതിയ ക്രൈസിസ് വരും. അത് ക്രൈസ്തവ സഭയിലെ ചരിത്രത്തിൽ മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ രണ്ടാമത്തെ ക്രൈസിസ് അഡ്രസ് ചെയ്യാൻ വേറെ ആരും വന്നതായിട്ട് കാണുന്നില്ല. സ്തെഫാനോസിനെ അതിനെ അഡ്രസ് ചെയ്യുക. സ്തെഫാനോസിനെ അഡ്രസ് ചെയ്യാനുള്ള കെൽപ്പാർജിച്ചത് തനിക്ക് എതിരായിട്ട് കല്ലേറ് വരുമ്പം തൻ്റെ വാക്കുകൾ കുറെ കൂടെ കല്ലിനേക്കാൾ ശക്തമായിട്ട് തിരിച്ച് വചനം കൊണ്ട് എറിയാൻ തുടങ്ങി. അതിൻ്റെ ശക്തിയാണ് നിങ്ങൾ ഞാനും ഇന്ന് ദേവാലയത്തിലിരിക്കുന്നത്. ആ ശക്തിയാണ് നിങ്ങൾ ഞാനും ബാലപാഠമായിട്ട് പഠിക്കേണ്ടത്. ആ കൃപയാണ് നാം നിൽക്കുന്നിടത്ത് പ്രാവർത്തികമാക്കേണ്ടത്. നിങ്ങൾ ചെറിയ വിധത്തിൽ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ ഇടവകയിൽ ആദ്യം വന്നപ്പം എൻ എസ് വർഗീസ് കോർപ്പിസ്കോപ്പായിരുന്നു അന്നത്തെ വികാരി. ഈ നാട്ടിലെ ഒരു ദേവാലയത്തിലായിരുന്നു നമ്മുടെ ആരാധന നടക്കുന്നത്. നമുക്ക് വേറെ സൗകര്യമൊന്നുമില്ലായിരുന്നു. അന്ന് തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ കല്ലറയിൽ സംസ്കരിക്കാനായിട്ട് ചെന്ന അവസരങ്ങളിൽ പോലും വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി. നിങ്ങൾ ഫേസ് ചെയ്ത വേദനകളും ബുദ്ധിമുട്ടുകളും ഞാനിവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല. കൊച്ചു പിള്ളേർക്ക് അറിയാൻ പാടില്ല, നിങ്ങളാരും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. നിങ്ങളുടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലുള്ളൊരു മട്ടിലാണ് ഈ കുഞ്ഞുങ്ങളിപ്പോൾ വളരുന്നത്. നമ്മുടെ ക്രൈസിസ് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ ജീവനുള്ള ദൈവം നമ്മളെ എങ്ങനെ നയിച്ചു. നമ്മുടെ പൂർവികർ ഇതുപോലൊരു ദേവാലയം പടുത്തുയർത്താൻ എത്രമാത്രം കഷ്ടപ്പെട്ടു. ഈ യാഥാർത്ഥ്യം വരാനൊക്കെ. ഇന്നലെ അച്ഛൻ പ്രസംഗിച്ചപ്പം പെസഹ പെരുന്നാളിൽ ഏറ്റവും കൊച്ചുകുട്ടി സംസാരിച്ചു തുടങ്ങുന്ന കുട്ടി വലിയ വല്യപ്പച്ചനോട് ചോദിക്കും, ഈ കയ്പ് ചീര കഴിക്കാനുള്ള കാരണം എന്നാണ്, അല്ലെങ്കിൽ ആ വലിയ സദ്യവട്ടത്തിൻ്റെ ആന്തരികാർത്ഥം എന്നാണെന്ന്. ഇത് പറയാത്തിടത്തോളം കാലം ചീര എനിക്ക് വേണ്ട, കേക്ക് മതി എന്ന് മാത്രം പറയുകയും അത് കൊടുക്കാനായിട്ട് നിർബന്ധിക്കുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ അവസ്ഥയിലേക്കാണ് നമ്മൾ തള്ളപ്പെടുന്നത്. We are missing the mysterious aspects of our life. How God has been so kind and merciful to strengthen us, empower us, restore us, redeem us, and get into the title of the kingdom of God. ഈ സമ്പന്നത നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടി അധ്വാനിച്ച് അവിടെ എത്തിയ ത്യാഗപൂർണമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നല്ലൊരു പങ്ക് ആളുകൾ, ചെറുപ്പക്കാർ ദിവസവും കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. പള്ളിയിലും പരിസരത്തിലും ഇതൊന്നും വരികയില്ല.
ധാർമ്മിക മൂല്യങ്ങളുടെ കാര്യത്തിലും നമുക്ക് അതിനകത്ത് ഒരു താല്പര്യം. നമ്മൾ ചില ഏരിയയിൽ എന്ത് സമർത്ഥനാണെന്നറിയാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സെക്യുലർ വേൾഡിൽ പിള്ളേരെ കൈകാര്യം ചെയ്യുമ്പോഴും അവിടെ എഡ്യൂക്കേഷൻ, അവിടെ വളർച്ച, ഉയർച്ച, അതിന് മാത്രം പണം ചെലവഴിക്കുന്നുണ്ട്, അത് മാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഐ അപ്രീഷിയേറ്റ്. കാരണം അതുകൊണ്ടാണ് നമ്മുടെ മലയാളികൾ, സിറിയൻ ക്രിസ്ത്യൻസ് വളരെ ഉന്നതമായിട്ടൊരു സ്ഥലം. ഇവിടെ മാത്രമല്ല, ലോകത്തെവിടെ ചെന്നാലും വളരെ ഉന്നതമായ നിലവാരമാണ്. We can be certainly proud and we have to be grateful to God. പക്ഷെ മറ്റു ചില ഏരിയയിൽ നിന്ന് നമ്മൾ സ്ലിപ്പ് ചെയ്ത് പോവുക, ട്രെയിൻ ഔട്ട് ചെയ്ത് പോവുക. ഇവിടെ ഒരു ക്രൈസിസ് വരുന്നു. ഇപ്പം ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നാളെ എന്നതായിരിക്കും എന്നൊരു ഭയം വിവരമുള്ളവരുടെ മനസ്സിൽ കയറി വരുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷം പേരും അല്പം കോംപ്രമൈസിലേക്ക് പോവുക. സത്യവിശ്വാസം നിലനിർത്താനും സത്യവിശ്വാസം ധൈര്യപൂർവ്വം പറയുവാനുമുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമുക്കെങ്ങനെ നിൽക്കാനൊക്കുന്നത്? നമ്മൾ വലിയ താല്പര്യത്തിലാണ് എന്ന് സ്തെഫാനോസ് സഹോദരൻ പെരുന്നാൾ ആചരിക്കാൻ വന്നിരിക്കുന്നത്. ആൻഡ് വി അപ്രീഷിയേറ്റ് ഹിസ് ബ്രേവ്നെസ്. ബട്ട് വാട്ട് അബൌട്ട് us? സ്തെഫാനോസ് ശമ്മാശനായിട്ട് അടുത്ത പടി കയറാനുള്ള പദ്ധതികളും പ്ലാനും തയ്യാറാക്കി 10 പേരുടെ കാല് പിടിച്ച് അവരെല്ലാം സോപ്പിട്ട് ഒരു കാര്യം കൈകാര്യം ചെയ്യാനല്ല ശ്രമിച്ചത്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പരിപൂർണമായിട്ട് അനുഗ്രഹമായിട്ട് പൂർത്തീകരിച്ചതിന് ശേഷം അതോടൊപ്പം അപ്പോസ്തലന്മാർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സുവിശേഷത്തിന്റെ മാധുര്യം അത്ഭുതകരമായിട്ട് ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ഒരു രംഗമാണ് അപ്പോസ്തല പ്രവൃത്തി കാണുന്നത്. What a wonderful scenery, remarkable scene. നമ്മുടെ പ്രോബ്ലം എന്നാണെന്നറിയാം, അത് നമ്മുടെ വീട്ടിൽ പോലും ഇപ്പം ചെയ്യുന്നില്ല. വലിയ വിദ്യാഭ്യാസവും ഇല്ലാത്ത നമ്മുടെ പൂർവികർ മക്കളോടും കൊച്ചുമക്കളോടും പറയുമായിരുന്നു, ശനിയാഴ്ച വെച്ച് കഴിഞ്ഞാൽ സെക്കുലർ സ്റ്റഡീസ് ഒന്നും വേണ്ട, വേദോസം വായിക്കുക, സങ്കീർത്തനം വായിക്കുക, സൺഡേ സ്കൂളിൻ്റെ പുസ്തകം വായിക്കുക, സന്ധ്യയ്ക്ക് പോയി ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, ഞായറാഴ്ച ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥനയോടുകൂടി ദേവാലയത്തിൽ പോകും, കർത്താവിൻ്റെ തിരിച്ചരക്തങ്ങൾ അനുഭവിച്ച് പിന്നെ സൺഡേ സ്കൂളും കഴിഞ്ഞാൽ പല പിള്ളേരും വരുന്നത്. ഇന്നിപ്പം പല പള്ളികളിലും ഭക്ഷണമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അല്ലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്താണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്രായമായവരോട് ചോദിച്ചു നോക്ക്, അവർക്ക് ഞായറാഴ്ച രാവിലെ ഒന്നും കാണുകയില്ല. വിശുദ്ധ കുർബാന കഴിഞ്ഞു, അവർ സൺഡേ സ്കൂളും കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേന് വീട്ടിൽ വന്ന പോലെ കഴിക്കുന്ന സാധനം. ഇന്ന് നമുക്ക് സൗകര്യമുണ്ട്, അത് കൊടുക്കുന്നത് സന്തോഷകരമാണ്. കുർബാന കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കുന്നതാണ് സാമാന്യ മര്യാദ, ഒക്കെ സന്തോഷകരമാണ്. പക്ഷെ മറ്റ് സെക്യുലർ വേൾഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങളെ സ്വർഗരാജ്യത്തിന് നേടാനായിട്ട് നമ്മൾ എന്നെ ശ്രമിക്കുന്നത്. So the crisis management has to be spread, and it has to include the spiritual nourishment of our children, the coming generation. Youngsters in the താല്പര്യം, you are facing a crisis and you are addressing it properly. What about the church? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിന്ന പള്ളിയല്ല ഇത്. എത്രയോ മനോഹരമാക്കി ഇത് പണിത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം റെനോവേറ്റ് ചെയ്തു. ഷോർട്ട് പീരീഡിൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞും പോകുമെന്നുള്ള ഭയത്തിലല്ല, കുറെ കൂടെ മനോഹരമാക്കണം. And I appreciate, congratulate the entire team. അത് ഫേസ് ചെയ്യാൻ നേരത്ത് ഈ അച്ഛൻ എത്ര പേരുടെ കാല് പിടിക്കേണ്ടി വന്നു എന്നുള്ളത് ഏകദേശം എനിക്കറിയാം. തന്മയത്വത്തോടെ ചെയ്തു. നിങ്ങൾ പലരും അതിനോട് സന്തോഷമായിട്ട് സഹകരിച്ചു. അതിനേക്കാൾ മേൽത്തരമായ ഒന്നുണ്ട്. ഈ വർണ്ണാഭമായ ചിത്രങ്ങളും ഈ മനോഹരമായ രൂപങ്ങളും ആ തേജസ്സുള്ള മുഖങ്ങളും കാണുമ്പോൾ
നിങ്ങളും ഞാനും നമ്മുടെ കുഞ്ഞുങ്ങളും അതുപോലൊരു സ്ഥാനത്തിരിക്കേണ്ടതാണ്. അതിനുള്ള എക്സസൈസ് നമ്മൾ ചെയ്യണം. നിങ്ങൾ ഞാനും ഈ ഭൗതിക ലോകത്തിൽ നമ്മുടെ പീരീഡ് തീർത്തിട്ട് ശാന്തമായിട്ട് പോകാമെന്നുള്ളൊരു കണക്കൂട്ടൽ മാത്രമേ നമ്മുടെ ഭൂരിപക്ഷം പേർക്കുള്ളൂ. And we feel that we have to be successful in this world. ദൈവം അറിയാൻ പലർക്കും അത് സാധിച്ചിട്ടുണ്ട്. ഏതാനും പേർക്ക് മാത്രമേ ഉള്ളൂ കുറെ ദുഃഖങ്ങളും നെടുവീർപ്പുകളും പട്ടിണിയും വേദനയും രോഗങ്ങളും ഒക്കെ. അതുള്ളപ്പോഴും നമ്മളെങ്ങനെ അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളത് നിർണായകമാണ്. What is the power we develop to encounter the presence of the Mighty One? What is the style of operation we address to face the challenges and move in the right direction and receive God's blessings? പണ്ട് തമ്പുരാന്റെ അടുത്ത് കൂടിയ ഇതുപോലൊരു ടീമിന്റെ മധ്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ സമ്മാസം പ്രസംഗിച്ചതും അതിനോട് ബന്ധപ്പെട്ടതുമായ വിഷയങ്ങളാ നമുക്ക് ഈ പെരുന്നാളിന്. അത് ഇന്ന് തുടങ്ങിയതല്ല, 20 നൂറ്റാണ്ടിൽ കൂടുതലായിട്ട് ലോകം ഒരു ആവേശത്തോടെ ആഘോഷിക്കുക. ഒരു മനുഷ്യൻ മരിച്ച സമയത്തിന്റെ കഥയാണ് നമുക്ക് വലിയ പെരുന്നാളായിട്ട് ആചരിക്കാനിടയാകും. എത്ര അത്ഭുതകരമായൊരു സംഗതി. ഈ പ്രായമായ ആരെങ്കിലും ഒരാളെ അച്ഛനായിട്ട് വിടാൻ താല്പര്യമില്ല പലപ്പോഴും. ഒരു പുരോഹിതനായാൽ പുരോഹിതന്റെ ദൗത്യം നിർവഹിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തെ എക്വിപ്പ് ചെയ്യാൻ നമുക്ക് താല്പര്യം. നമ്മുടെ പോക്കറ്റിൽ വരണം അച്ഛൻ മെത്രാൻ. ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായിരിക്കണം. അതുവഴി ഞങ്ങൾക്ക് കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കണം. രക്ഷകൻ വരുമ്പം അവന്റെ രണ്ടാമത്തെ വരവിൽ ഈ പിതാക്കന്മാരും പുരോഹിതന്മാരും ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോരും എല്ലാം ആ രക്ഷയുടെ സമൃദ്ധിയിൽ ആനന്ദിപ്പാൻ സാധിക്കണം എന്നുള്ളൊരു അജണ്ട ഉള്ള ഒരിടവകയാണോ ഇത്? ഇന്നലെ വൈകിട്ട് ഞാൻ ഇവിടെ വന്നപ്പം എന്നെ സുഖമായിരുന്നെന്നറിയാം നിങ്ങളുടെ നിപ്പ് കാണാൻ. എല്ലാവരും വെള്ളവസ്ത്രം ധരിച്ച് വളരെ ഭക്തിയോടുകൂടി തിരികടം കത്തിച്ച് ഈ തെരുവിൽ കൂടി യാത്രയാവുന്നു. What is our final target? Everybody will be always having the power to lit the candles when Jesus comes the second time. And he will be shining and we will be shining because of his light. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, രാകേഷ് ശർമ്മ എന്ന് പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് ആദ്യ സ്പേസിലേക്ക് പോയ ആള്, അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഭൂമിയിലേക്ക് നോക്കി. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. പുറത്ത് കാണുന്നതിനെ പോലെയുള്ള പ്രകാശം ഭൂമിയിൽ നിന്ന് അദ്ദേഹം കാണുക. ഭൂമിക്ക് പ്രത്യേകമായിട്ടൊരു വെളിച്ചമൊന്നുമില്ല, പക്ഷെ സൂര്യന്റെ പ്രകാശം കൊണ്ട് ഭൂമി എന്ന് പറയുന്ന ഗോളം വെട്ടിത്തിളങ്ങുക. രാകേഷ് ശർമ്മ യാത്രയുടെ ഇടയ്ക്ക് ഭാരതത്തിലേക്ക് അല്ലെങ്കിൽ ജനതയ്ക്ക് മുഴുവനും നൽകിയ സന്ദേശത്തിൽ പറയുന്ന ഐ ആം എക്സൈറ്റഡ്, ഐ ആം സർപ്രൈസ്ഡ് ടു സീ ദ എർത്ത് വെയർ ഐ ലിവ് വിച്ച് ഇസ് ഷൈനിങ്. നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ തേജസ്സോടെ ആ മുഹൂർത്തത്തിൽ വരികയും നമ്മൾ തമ്മിൽ നോക്കുമ്പം ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഷെയർ ഹോൾഡേഴ്സായിട്ട് തേജസ്സിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന യേശുവിനെ സ്വീകരിക്കാൻ സാധിക്കുമോ? ഇത് നമ്മൾ അന്നത്തെ ഒരു ലക്ഷ്യമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു. തിരുവചനത്തിൽ കാണുന്നതിന് ഇതുപോലെ കുറെ പേര് ഇരുന്ന സമയത്ത് കല്ലേറ് വന്നുകൊണ്ടിരിക്കുക, ഇതുപോലെ നിൽക്കുക. ആ കല്ലേറ് വരുമ്പം സ്വാഭാവികമായിട്ട് തടുക്കാനെങ്കിലും അല്ലെ കുനിയാനെങ്കിലും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. സെവാനസ് മുകളിലോട്ട് നോക്കി, ആകാശം കീറപ്പെട്ടു,
രക്ഷകനായ യേശു മഹത്വത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന കാണുക. ഈ കല്ലേറ് വല്ലതും അതിനെക്കുറിച്ച് താല്പര്യമുള്ളവന് വേദനയാണോ? വളരെ എക്സൈറ്റഡ് ആയി. And he started speaking about and explaining about it, the beautiful scene beyond the comprehension of majority of us, but within the reach of a person who is clinging on to the mercy of God. അത് കണ്ടിട്ട് ഈ എറിയുന്നവരെ വിളിച്ച് പറയത്തെ ഇത് കണ്ടോ? That's a transformation we can have in this world. അതിനുവേണ്ടിയാ തമ്പുരാൻ ഈ സഭയിൽ കൂടി ഇത് ഒരു വലിയ പെരുന്നാളായിട്ട് ആചരിച്ചിരിക്കും. സ്തെഫാനോസ് പോയി, നല്ല ചെറുപ്പത്തിൽ ഈ ലോകത്തിൽ നിന്ന് പോയി. എന്തൊരു നഷ്ടം ആ ഒരു വിധത്തിൽ പറഞ്ഞാൽ. വളരെ സജീവമായിട്ട് ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ളവൻ. ഒരു 50 വർഷം കൊണ്ട് ഇരുന്നിരുന്നെങ്കിൽ സുഖമായിട്ട് എന്തെല്ലാം കാര്യം ചെയ്തേനെ. പക്ഷെ സഭയ്ക്ക് അതൊരു നഷ്ടമായിട്ടല്ല ഇപ്പോൾ കാണുന്നത്. ആ ശരീരത്തിൽ നിന്ന് തെറിച്ചു വീണ രക്തത്തിന്റെ തുള്ളികൾ പൗലോസ്ലീഹായെയും ശൗലായിരുന്നപ്പം സ്വാധീനിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ആ സമ്പന്നതയിൽ ആനന്ദിക്കാൻ സാധിക്കും. അതുപോലെ ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ ഒക്കും. ആ ഒരു ദൈവകൃപ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലത് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, ഇന്നലെ ആളുകളെല്ലാം ക്യൂ നിൽക്കുന്നുണ്ടോ? ഒരു നേർച്ചയാണ്. അതിൻ്റെ ഒരു ദൈവകൃപയുണ്ട്. ദുഃഖവെള്ളിയാഴ്ച കഞ്ഞി ഒരു മൺചട്ടിക്കകത്ത് കഴിക്കുമ്പോഴും ഉള്ള ആവേശകരമായിട്ടുള്ള അനുഭവമുണ്ട് നമുക്ക്. അതിനെ മാനിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അതിനേക്കാൾ ഇത്ര മഹത്തരമായിട്ടുള്ള ഒന്നാണ് ഈ മദ്ബഹായിലേക്ക് നടന്നെടുത്ത് ഇവിടെ നിന്നുകൊണ്ട് അച്ഛൻ വിതരണം ചെയ്യുന്ന കർത്താവിൻ്റെ തിരിച്ചുരക്തങ്ങൾ അനുഭവിക്കുന്നത്. അതിൻ്റെ മൂല്യങ്ങൾ, ആ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മുടെ ശക്തി. അപ്പോൾ സൺഡേ സ്കൂളിൽ ഇല്ലാഞ്ഞിട്ടല്ല, അധ്യാത്മ സംഘടനകൾ ഇല്ലാഞ്ഞിട്ടല്ല. നമ്മൾ കോടികൾ ചെലവഴിച്ച റോഹയിൽ സംവിധാനങ്ങളുണ്ടാക്കി. അവിടെ ഒരു കോൺഫറൻസ് നടത്തി. എല്ലാവരും ഭയങ്കര സംതൃപ്തിയിലാണ് പോയത്. പക്ഷെ ഞാൻ അവസാനം അല്പം ദുഃഖിതനായിരുന്നു. ഞാനത് തുറന്ന് പറഞ്ഞു. അവിടെ അതിഗംഭീരമായിട്ട് കോൺഫറൻസ് നടന്നു. എല്ലാം കലക്കനായിട്ട് നടത്തി. പല സെക്ഷനും വളരെ ആകർഷകമായിരുന്നു. ഏറ്റവും അവസാനം അതിൻ്റെ ക്ലൈമാക്സ് വന്നപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് ആഘോഷിക്കണമെന്ന് തോന്നി. കർത്താവിൻ്റെ തിരിച്ചരക്തങ്ങൾ അനുഭവിച്ച് നമ്മുടെ കുർബാനയും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് കഴിഞ്ഞ് അവസാനം വന്നപ്പോൾ അവർ സിനിമാറ്റിക് ഡാൻസാണ് അവിടെ അവതരിപ്പിച്ചത്. പ്രോബ്ലം എന്നാണെന്നറിയാം. നമ്മൾ അടിസ്ഥാനപരമായുള്ളത് കൈമാറി കൊടുക്കുന്നില്ല. നമുക്ക് അടിസ്ഥാനപരമായത് ഏറ്റെടുക്കാനുള്ള സംസ്കാരമില്ല. ഞാനിത് പറയുന്നത് ഞങ്ങൾക്കൊക്കെ ഒരു ദൗത്യമുണ്ട്. നമ്മളെല്ലാം അറ്റ്ലാന്റിക് കപ്പൽ താണു പോകുന്ന പോലെ താഴോട്ട് പോകാനല്ല, തമ്പുരാൻ വരുമ്പം അവൻ്റെ എതിരേപ്പിനായിട്ട് കടന്നു വരാനാണ്. സെഫനസദായ്ക്ക് കല്ലേറ് കിട്ടിയപ്പോഴുണ്ട് ഈ കൂട്ടത്തിൽ. ഒരു അസ്വസ്ഥമാണ് നമ്മൾ. സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്ന കൃപയുടെ നിറവാണ്. പെരുന്നാളിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം അതാണ്. കുഞ്ഞുങ്ങൾ കൈകൂപ്പി നിൽക്കുകയും ഭക്തിയോടെ കുരിശ് വരയ്ക്കുകയും ചെയ്താണ് കണ്ടു. എല്ലാവർക്കും അത് നിശ്ചയമില്ല. നമ്മൾ കുഞ്ഞുങ്ങളുമാണ്. അതുകൊണ്ട് ഈ പെരുന്നാളിൽ ദൈവം ആ ഒരു കൃപയുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്നു. ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഞാനാണ് പറയേണ്ടത്, നിങ്ങളാണ് കണ്ടെത്തേണ്ടത്.
മക്കളും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നമ്മുടെ ബിസിനസ്സിലൂടെ സ്മരിക്കരുത്. നമുക്ക് ദേവാലയം മനോഹരമാക്കാം, നിങ്ങളുടെ നാണയമാണ്. എനിക്ക് അങ്ങേയറ്റ അപ്രീസിയേഷൻ ഉണ്ട്. അതിന് മാച്ചിങ് ആയിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങൾ ഇതുപോലെ ഷൈൻ ചെയ്യാനൊക്കെ. നമ്മുടെ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവർക്ക് ഈ മദ്ബഹാലേക്ക് നോക്കുമ്പോൾ ഉള്ള ആനന്ദം നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കൊണ്ടുവരാനൊക്കെ സാധിക്കും. അതിനായി പെരുന്നാൾ. യോജിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുവാൻ സെഫാനസോദയുടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ ഞാനതുകൊണ്ട് പ്രസംഗം അതിന് മുമ്പാക്കിയത് ഒരു സൂചന തരാൻ. ആ പിതാവും നമ്മളുമായിട്ട് ഒത്തിരി അന്തരമുണ്ട്. Whether we can come closer to him from above, from the worthy one who died on the cross for the salvation, who appeared as a risen Lord, and who strengthened Saint Stephen to face it, to be joined together along with the apostles and face the challenges and leave a legacy of a wonderful message of the kingdom of God. ആ കൃപയിലേക്ക് നടക്കാൻ ഭാവികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൃപയിൽ വളരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. നിന്റെ തിരിച്ചരക്തങ്ങൾ അനുഭവിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവകാരുണ്യത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെടുത്തി ഒരു നിമിഷം നമ്മുടെ ചരിച്ചുകൾ നമിക്കാം.